ഇന്ന് വാരണാസിയിൽ കേരളത്തിൽ നിന്നും പുറപ്പെട്ടിട്ട് ഇന്ന് 5-ാം ദിവസം. വാരണാസിക്ക് ചരിത്രത്തെക്കാൾ പഴക്കമുണ്ട്, പാരമ്പര്യത്തെക്കാൾ പഴക്കമുണ്ട്, ഒരുപക്ഷേ ഐതിഹ്യങ്ങളെക്കാൾ പഴക്കമുണ്ടാകും. 3000 വർഷം പഴക്കമുണ്ടെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ഗംഗാതീരത്തെ ഈ നഗരം ഹിന്ദു വിശ്വാസമനുസരിച്ച് 12 ജ്യോതിർലിംഗ സ്ഥലങ്ങളിലെ ശക്തിപീഠങ്ങളിലൊന്നാണ് ഈ കാശി. ഒരാൾ വാരണാസിയിൽ മരിച്ചാൽ അയാളുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇങ്ങനെ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഇന്ത്യയിലെ മറ്റൊരു നഗരത്തിലും കാണാത്ത കാഴ്ചകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ. അങ്ങനെ ഞാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് യാത്ര ആരംഭിച്ചു. ചെറിയ ഇടവഴികളിലൂടെയാണ്, ഗള്ളികളിലൂടെയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക. ക്യാമറയും മൊബൈൽ ഫോണും പേഴ്സും വാച്ചും ഒന്നും ക്ഷേത്രത്തിനുള്ളിൽ അനുവദിക്കില്ല. പുറത്തെ കടകളിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ലോക്കറുകൾ വാടകയ്ക്ക് ലഭിക്കും. അതിനുള്ളിൽ സൂക്ഷിക്കാം. അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ തന്നെ ലോക്കറുകളുണ്ട്. ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസിൽ അവിടെ സൂക്ഷിക്കണം. ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം ലോക്കറിനുള്ളിൽ വെച്ച ശേഷം നേരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് ദർശനത്തിനായി പ്രവേശിച്ചു. പരിധിയിൽ കൂടുതൽ തിരക്കുള്ളതിനാൽ തന്നെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. നേരെ ഗംഗാതീരത്തിലേക്ക്. വൈകിട്ട് ഗംഗ പതിയെ സജീവമായി തുടങ്ങി. ഉച്ചസമയത്ത് വിജനമായ ഘാട്ടുകളിലെല്ലാം ആളെത്തി തുടങ്ങി. ഘാട്ടുകളെന്നാൽ ഈ നടകളെന്നാണ് അർത്ഥം. പുണ്യനഗരമെന്നാണ് വാരണാസിക്ക് പൊതുവെയുള്ള ഖ്യാതി. പിതൃമോക്ഷത്തിനായും ജീവിത സായാന്തരങ്ങളിൽ ആത്മീയതയ്ക്കായും മാത്രം ആളുകളെത്തുന്ന നഗരമെന്നാണ് കാശിയെക്കുറിച്ച് പറയുക. പക്ഷേ വൈകിട്ട് വാരണാസിയിലെ പടവുകളിലെ കാഴ്ച നഗരത്തെക്കുറിച്ചുള്ള ധാരണകളെ തെറ്റിദ്ധരിക്കുന്നു. കമുതാക്കളെയും യുവാക്കളെയും ഗംഗാതീരത്തെ പടവുകളിൽ കാണാം. ഒരു ബീച്ചിലെ വിനോദങ്ങൾ പോലെ ഗംഗാതീരം മാറിയിരിക്കുന്നു. പക്ഷേ ഇവയ്ക്കെല്ലാം മുകളിൽ ആത്മീയതയുടെ ആവരണം ഗംഗയും കാശിയും അണിഞ്ഞിരിക്കുന്നതായി എനിക്ക് തോന്നി. ഇതിനൊരിക്കലും കോട്ടം വരാത്ത രീതിയിലാണ് ഈ തീരത്തിലെ എല്ലാ ആഘോഷങ്ങളും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദശാശ്വമേധ ഘട്ടിലാണ്. ഗംഗാതീരത്തെ എല്ലാ ആഘോഷങ്ങളും നടക്കുന്നത് ഇവിടെയാണ്. ഗംഗ ആരതി എല്ലാ ദിവസവും 6:30 കഴിഞ്ഞ സമയം ആരതി ആരംഭിക്കും. ഇനിയും എനിക്ക് സമയമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു കാഴ്ചകളിലേക്ക് പോയി നോക്കാം. ഞാൻ നേരെ മണികർണിക ഘട്ടിലേക്ക് പോകുവാനുള്ള വഴി അന്വേഷിച്ചു. ബോട്ടുകാർ പറയുന്നത് 1000 രൂപയും 500 രൂപയുമാണ്. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ഞാൻ നടന്നു നീങ്ങി. വിവിധങ്ങളായ കാഴ്ചകളാണ്. ബാല്യത്തിൽ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ കുട്ടികൾ ഓരോ വേഷം കെട്ടി നമുക്കിടയിലേക്ക് വരുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ വിട്ട് പഴയ ആ കെട്ടിടങ്ങളുടെ കാഴ്ചകളിലേക്ക് ഞാൻ പോയി. ഏകദേശം 3000-ഓളം വർഷങ്ങൾ പഴക്കം വരുന്ന കെട്ടിടങ്ങൾ. ചിലതിലൊക്കെ ആളുകൾ താമസമാക്കിയിട്ടുണ്ട്. അതൊക്കെ കണ്ടാണ് എൻ്റെ ഈ നടത്തം. അങ്ങനെ ആ പഴയ കെട്ടിടങ്ങളെല്ലാം കണ്ട് ഞാൻ നടക്കുകയാണ്. ചില നിർമ്മാണ പ്രവൃത്തികളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. കാശിയുടെ പുതിയ രൂപത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി പദ്ധതി. എന്നാൽ അതിനോടെല്ലാം മുഖം തിരിഞ്ഞ സമീപനമാണ് ഇവിടെ. വഴിക്ക് എവിടെ നിന്നോ ഞാനൊരു ചായ കുടിച്ചു. മൺകോപ്പകളിലാണ് ഇവിടെ ചായ നൽകുക. ഒരാശ്വാസത്തിനായി അതും കുടിച്ച് നേരെ കാശി ക്ഷേത്രത്തിലേക്ക് കയറി. ദശാശ്വമേധ ഘട്ടത്തിലൂടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ് 1 വഴി നേരെ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാം. ഇവിടെയും ലോക്കർ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ 2 സൈഡിലുമായി 2 ഗോപുരങ്ങൾ കാണാം. അതിൽ 2ഉം പ്രതിഷ്ഠയുണ്ട്. 2ഉം ശിവലിംഗങ്ങളാണ്. നന്ദികേശനുമുണ്ട്. ഞാൻ അവിടെയൊക്കെ തൊഴുതു. സാധാരണ ദിവസങ്ങളിലേക്കാൾ കൂടുതൽ നല്ല തിരക്കാണ് ഇന്നിവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞിറങ്ങുവാൻ കുറേ സമയമെടുക്കും. എന്തായാലും വാരണാസിയിൽ വന്നതല്ലേ, ക്ഷേത്ര ദർശനം നടത്താതെ പോകുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇനി ക്ഷേത്ര ദർശനത്തിനായി കയറണം. ഏകദേശം ഇപ്പോൾ തന്നെ ഞാൻ 3-4 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഘട്ടുകളിലൂടെയും വാരണാസിയുടെ കുറേ കാഴ്ചകളിലേക്കും. അവസാനമായി എല്ലാവരും കാത്തിരിക്കുന്ന കാഴ്ചകളിലേക്ക് എനിക്ക് പോകണം. അതിനു മുമ്പ് കാശിയിലെ ദർശനം നടത്തണം. നന്നായി ക്ഷീണിതരാണ്.
അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് തിരക്കായി ഞാൻ. അത് തിരക്കി കുറേ നടന്നു. നല്ല ഒരു ടീ സ്റ്റാൾ നോക്കി. നീണ്ട ക്യൂവിൻ്റെ ഇടയിൽ ഒരു നല്ല ഭക്ഷണശാല കണ്ടെത്തി. ഇനി അവിടെ കയറി എന്തെങ്കിലും കഴിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര. ഇതിനുശേഷം എനിക്ക് അമ്പലത്തിൽ തൊഴണം. അങ്ങനെ ഞാൻ ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. സെൽഫ് സർവീസാണ്. 5ാമത്തെ കൗണ്ടറിൽ നിന്നും എനിക്ക് മസാല ദോശ ലഭിച്ചു. നമ്മുടെ നാടുകളിൽ അത്ര ക്വാണ്ടിറ്റി ഇല്ലെങ്കിലും നല്ല വൃത്തിയായ ഭക്ഷണമാണ്. അതും കഴിച്ചു നേരെ ഞാൻ ഇനി പോകുന്നത് മണികർണിക ഘട്ടിലേക്കാണ്. അതിൻ്റെ കാഴ്ചകൾ വർണ്ണനകൾക്കപ്പുറമാണ്. മണികർണിക ഘട്ടിലേക്കുള്ള യാത്രയിൽ കുറേ പേർ സമീപിക്കുകയുണ്ടായി ഫോട്ടോ എടുത്ത് നൽകുവാൻ. എല്ലാവരും പോസ് ചെയ്യുവാണ്. എവിടെ ചെന്നാലും എനിക്കിതൊരു ശീലമായി പോയി. ഞാൻ അവരുടെ എല്ലാം ഫോട്ടോ എടുത്ത് നൽകി. ചുറ്റും നിന്നെങ്ങോ മാംസം കത്തിയേരിയുന്ന മണം എൻ്റെ മൂക്കിൽ വന്നടിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് വിറകുകൾ വാങ്ങുന്നത്. കാശ് കുറഞ്ഞവർക്ക് കുറച്ചു വിറക്, കൂടിയവർക്ക് അധികം ലഭിക്കും. കുറഞ്ഞ കാശുള്ളവരുടെ മൃതദേഹങ്ങൾ മൊത്തവും കത്താറില്ല. ഇനി വരുന്ന മൃതദേഹങ്ങളുടെ കാരുണ്യത്താൽ കത്തിയാലായി. കാലഭൈരവന്റെ ക്ഷേത്രമാണ് ഇവിടെയുണ്ട് അദ്ദേഹം. ഇനി നമുക്ക് ഈ കാഴ്ചകളിലേക്കൊന്ന് പോവാം. മണികർണികയിലേക്ക് അടുക്കുമ്പോൾ പിന്നിലൊരു ബഹളം. തിരിഞ്ഞു നോക്കിയപ്പോൾ മൃതദേഹവുമായി വരുന്നവരാണ്. അവർക്ക് വഴിമാറിക്കൊടുത്തു. നടപ്പ് തുടരുമ്പോഴും അടുത്തയാൾ എത്തുകയായി. മുന്നോട്ട് നീങ്ങുമ്പോൾ ശവദാഹം കഴിഞ്ഞ് മടങ്ങുന്നവരെ കാണാം. ഒടുവിൽ മണികർണികയിലെത്തുമ്പോൾ ആ പ്രദേശത്തിന് മുഴുവൻ മൃതദേഹങ്ങൾ കത്തിയേരിയുന്ന ഗന്ധമാണെന്ന് തോന്നിപ്പോയി. പടവുകളിൽ എരിഞ്ഞടങ്ങുന്ന മൃതദേഹങ്ങൾ. ഒരു മൃതദേഹം ചിതയിലേക്ക് എടുക്കുവാൻ ഒരുങ്ങുകയാണ്. മരിച്ചയാളുടെ ബന്ധുക്കൾ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നു. വാരണാസിയിൽ മൃതദേഹങ്ങൾ അടക്കുന്നതോടെ ജന്മങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് അയാൾ മോചിതനാകുന്നു എന്ന് തോന്നിപ്പോകും. അതിനാലാവാം മണികർണികയുടെ പടവുകളിൽ ഉറ്റവരുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുവാൻ ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നത്. വാരണാസിയുടെ മറ്റൊരു മുഖമാണ് മണികർണികയിൽ തെളിയുന്നത്. കത്തിയേരിയുന്ന ശവങ്ങൾക്ക് സമീപമിരുന്ന് കഞ്ചാവ് വലിക്കുന്നവർ. ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്ന മട്ടിൽ സൈക്കിൾ ചവിട്ടി ചായയുമായി വരുന്നവർ. പുതുതായി എത്താനിരിക്കുന്ന മൃതദേഹങ്ങൾക്കായി ചിതയൊരുക്കുന്നവർ. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ, വിശ്വാസികളും ടൂറിസ്റ്റുകളും. ഒരുപാട് വിദേശികൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്നു ഇത് കാണുവാൻ. ഇവരെല്ലാം കൂടിച്ചേരുന്നതാണ് ഈ മണികർണിക. പേരിനപ്പുറം വാരണാസി എന്ന നഗരത്തിലേക്ക് കൂടി വായനക്കാരെ വലിച്ചടിപ്പിച്ച MDയുടെ നോവലിലൂടെയാണ് കാശി എന്നും ബനാറസും എന്നുമെല്ലാം അറിയപ്പെടുന്ന ഈ നഗരം അടങ്ങാത്ത ഒരു ആവേശമായി മനസ്സിലേക്ക് അന്ന് കയറിക്കൂടിയത്. വാരണാസി യാത്ര കുറേ വർഷങ്ങളായുള്ള ആഗ്രഹമായിരുന്നുവെങ്കിലും ഇപ്പോഴാണ് അതിന് സാധ്യമായത്. മരണത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും മൊത്തക്കച്ചവടക്കാരൻ്റെ മണ്ണ്, കാലഭൈരവന്റെ കാശി. കാശിക്ക് ചരിത്രത്തെക്കാൾ കൂടുതൽ പഴക്കമുണ്ട്, പാരമ്പര്യത്തെക്കാൾ കൂടുതൽ പഴക്കമുണ്ട്, ഐതിഹ്യങ്ങളെക്കാൾ കൂടുതൽ പഴക്കമുണ്ട്. ഇവയെല്ലാം ചേർത്ത് വെച്ചാലും അതിനേക്കാൾ ഇരട്ടി പഴക്കം തോന്നുന്ന ദേവനഗരി. മരണത്തിന്റെ നാട്ടിൽ നിന്ന് മറ്റൊരു യാത്ര തുടങ്ങുന്നിടത്താണ് വാരണാസി അവസാനിക്കുന്നത്. ജീവിതമെന്ന ഇടത്താവളത്തിൽ നിന്ന് മറ്റൊരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു നീണ്ട യാത്ര. ഒരു യാത്രയും അവസാനിക്കുന്നില്ല, എല്ലാ യാത്രകളും തിരിച്ചു വരുവാൻ വേണ്ടി. എന്നാൽ ഓർമ്മകളിലൂടെ തിരിച്ചെത്തുക എന്ന് മാത്രം. കണക്കെടുപ്പിൽ ബാക്കിയാകുന്നത് എന്തെന്ന ചോദ്യമാണ് വാരണാസി എല്ലാവരിലേക്കും ഉണർത്തുന്നത്. എല്ലാം ശിഥിലമായെന്ന തിരിച്ചറിവാണോ? എല്ലാം ആദ്യം മുതൽ തുടങ്ങാമെന്ന വ്യാമോഹം? ഒരവസരം കൂടി ലഭിച്ചിരുന്നെങ്കിൽ എല്ലാം ആദ്യം മുതൽ തുടങ്ങാമെന്ന ആത്മവിശ്വാസമോ? എന്നാൽ ഒരു നദിയും തിരിച്ചൊഴുകിയ ചരിത്രമില്ല. ഒരു തീർത്ഥാടനം കൊണ്ടു പല ജന്മങ്ങളിലെയും പാപങ്ങൾ കഴുകിക്കളഞ്ഞു മോക്ഷം പ്രാപിക്കുവാൻ എത്തുന്നവരാണ് കാശിയിൽ നിറയെ. നല്ല ജീവിതം കിട്ടാത്തവരാണ് അധിക പേരും. നല്ല മരണം തേടി കാശിയിലെത്തുന്നവർ.
ഒളിച്ചോടലുകളും ഒറ്റപ്പെടുത്തലുകളും തളർത്തിയ ജീവിതത്തിൽ നിന്നും മുക്തി നേടിയെത്തുന്നവരാണ് ഇവിടെ അധികവും. ജീവിതത്തിന്റെ വാടകച്ചീട്ട് പുതുക്കി കിട്ടി എന്ന വിശ്വാസത്തിൽ തിരികെ പോകുന്നവർ. ഓടിയാലും ഒളിക്കുവാൻ സ്ഥലം എവിടെ എന്ന്. ഒരു ദിവസം ഈ മണികർണികയിൽ മോക്ഷപ്രാപ്തിക്കായി എത്തുന്ന മൃതദേഹങ്ങൾ 300-ലധികമാണ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ഓരോരുത്തരുടെയും ഊഴം കാത്തിരിക്കും. എന്നാൽ ആ കണക്കിൽ എനിക്കും ചില പൊരുത്തക്കേടുകൾ തോന്നി. കാരണം 1 മണിക്കൂറുകൾ കൊണ്ട് 60-ലധികം മൃതദേഹങ്ങൾ ഞാൻ എണ്ണി. എന്റെ എണ്ണവും തെറ്റിവരുന്ന ഒരുപാട് മൃതദേഹങ്ങൾ ഇതുപോലെ ഗംഗയിൽ കുളിച്ചു പോകുന്നു. ഗംഗാ ആരതിക്കായി തീരം തയ്യാറെടുക്കുന്നു. ഗംഗയുടെ മറുകരയിലേക്ക് പോകുവാനുള്ള തോണിയിലേക്ക് വിളിക്കുന്നവരാണ് ഘാട്ടിൽ തിരിച്ചെത്തുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. ആരതിക്ക് ഇനിയും സമയമുണ്ട്. എന്നാൽ തോണി യാത്രയാകാം എന്നുറപ്പിച്ച് ഞാൻ ഒന്നിൽ കയറി. 100 രൂപയാണ്. ഗംഗയുടെ മറുകരയിലെത്തി തിരികെ വരാം. ഘാട്ടുകളിൽ അനുഭവപ്പെടുന്ന വലിയ തിരക്ക് ഇവിടെയില്ല. ഗംഗാ സ്നാനം ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഇടവും ഇവിടം തന്നെ. ഇവിടുത്തെ ഏകാന്തതയും മണൽപ്പരപ്പും നമ്മെ കൊതിപ്പിക്കും. ആ മണലിൽ ഗംഗയെ നോക്കി എത്ര വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ അധിക നേരം ഇവിടെ തുടരുവാൻ സമയമില്ല. ആരതിക്ക് സമയമായതോടെ മറുകരയിലേക്ക് തോണിയിൽ മടക്കം ആരംഭിച്ചു. അപ്പോൾ ദശാശ്വമേധ ഘട്ടിൽ ആരതിക്കായി പൂജാരിമാർ എത്തിക്കഴിഞ്ഞിരുന്നേ. ഇനി ഗംഗാ ആരതിക്കുള്ള കാത്തിരിപ്പാണ്. അങ്ങകലെ കത്തിയമരുന്ന ചിതകൾക്കുള്ളിൽ നിന്നും ചാരം എൻ്റെ ബാഗിലും ക്യാമറയിലും എല്ലാം വീഴുന്നുണ്ട്. ചിലപ്പോൾ കാലഭൈരവൻ അടുത്ത ഊഴവും കാത്ത് ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ടാവാം. ഇനി ആരതിയിലേക്ക്. അപ്പം എല്ലാവർക്കും ശുഭരാത്രി.